Hi friends, welcome to TechiSpace Malayalam. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗീവുകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C3 വേഴ്സസ് Infinix S5 Liteന്റെ സ്പീഡ് ടെസ്റ്റ് ആണ്. രണ്ട് ഫോണുകളുടെയും പെർഫോമൻസ് ആണ് ഇന്നത്തെ ഒരു കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏത് ഫോണിനാണ് ബെറ്റർ ആയിട്ട് ആപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക, ഏത് ഫോണിനാണ് ബെറ്റർ പെർഫോമൻസ്, ഏത് ഫോണിനാണ് ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് അതുപോലെ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 റൗണ്ടായിട്ടാണ് നമ്മൾ ഈ സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത്. ആദ്യത്തെ റൗണ്ടിൽ നോർമൽ ആപ്ലിക്കേഷൻസ്, ജനറൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നമ്മളൊരു റേസ് രീതിയിലാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അതിനുശേഷം നമ്മൾ ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഏത് ഫോണിനാണ് ബെറ്റർ പെർഫോമൻസ് നോക്കും. അതുപോലെ തന്നെ റാം മാനേജ്മെൻറ്റ് ഏത് ഫോണിനാണ് നല്ല രീതിയിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിൽ നോക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി സ്പീഡ് ടെസ്റ്റിലേക്ക് പോകാം. Realme C3 7,000 രൂപ ബഡ്ജറ്റിലാണ് ഇറങ്ങിയത്. അതുപോലെ തന്നെ Infinix S5 Lite 8,000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഫോണാണ്. ഈ രണ്ട് ഫോണുകളുടെയും പെർഫോമൻസും കാര്യങ്ങളും നമുക്കിപ്പോൾ ഈ സ്പീഡ് ടെസ്റ്റിൽ നോക്കാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 1 മിനിറ്റും 4 സെക്കൻഡ് കൊണ്ട് Realme C3 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 1 മിനിറ്റ് 29 സെക്കൻഡ് എടുത്തുകൊണ്ടാണ് Infinix S5 Lite ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിൽ ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുക, ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെൻറ്റ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കാനായിട്ട് Realme C3ക്ക് വേണ്ടി വന്നത് 1 മിനിറ്റും 29 സെക്കൻഡാണ്. വളരെ വ്യത്യസ്തമായൊരു സമയമാണ് Infinix S5 Liteനുള്ളത്. 2 മിനിറ്റും 59 സെക്കൻഡ് എടുത്തുകൊണ്ടാണ്, അതായത് ഏകദേശം ഇരട്ടി സമയം എടുത്തുകൊണ്ടാണ് ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് Infinix S5 Lite പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1000 രൂപ കുറവുള്ള ഫോണാണ് Realme C3. പക്ഷെ എന്നിരുന്നാലും നല്ല പെർഫോമൻസ് കാണുന്നത് Realme C3യിൽ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഏത് ഫോണിനാണ് ബെറ്ററായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയുക, ബെറ്റർ റാം മാനേജ്മെൻറ്റ് ഏത് ഫോണിനാണ് ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ നോക്കാം. ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാം 3 മിനിറ്റ് 29 സെക്കൻഡ് കൊണ്ട് Realme C3 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അവിടെയും വളരെയധികം സമയം എടുത്തുകൊണ്ടാണ് ഇൻഫിനിക്സ് S5 ലൈറ്റ് സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. 4 മിനിറ്റ് 8 സെക്കൻഡ് എടുത്തുകൊണ്ടാണ് ഇൻഫിനിക്സ് S5 ലൈറ്റ് സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. ഗെയിമിംഗ് അപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഇൻറ്റൻസീവ് അപ്ലിക്കേഷൻസ് എത്ര ഭംഗിയായിട്ട് ഏത് ഫോണിനാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. മിനിറ്റും 54 സെക്കൻഡ് എടുത്താണ് Realme C3 സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം ഇൻഫിനിക്സ് S5 ലൈറ്റ് 8 മിനിറ്റ് കൊണ്ടാണ് സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റൻസീവ് അപ്ലിക്കേഷൻസിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ഒരു അല്പം കൂടി ബെറ്ററായിട്ട് ഇൻഫിനിക്സ് S5 ലൈറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബാക്കി എല്ലാ സമയങ്ങളിലും Realme C3 തന്നെയാണ് വിജയിച്ചത്. അപ്പോൾ ഗെയിമിംഗ് അപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂ Realme C3യിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ ഗെയിമിംഗ് അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ക്ലോസ് ചെയ്യാതെ തന്നെയാണ് അടുത്ത ഗെയിമും ഓപ്പൺ ചെയ്യുന്നത്. അത് അവർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ ഇടയ്ക്ക് നമ്മൾ സ്പീഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇടയ്ക്ക് ഫോണൊന്ന് ലാഗ് ആവുന്ന അല്ലെങ്കിൽ ഒരു ഹാങ് ആവുന്നൊരു ഇഷ്യൂ നമുക്ക് Realme C3യിൽ കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് Realme C3 ഇൻറ്റൻസീവ് ഗെയിമിംഗ് അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്ന സെക്കൻഡ് റൗണ്ട് പൂർത്തിയാക്കാനായിട്ട്
ഇൻഫിനിക്സ് S5 ലൈറ്റിനേക്കാളും സമയം എടുത്തിരിക്കുന്നത്. അതായത് ഫോൺ ഇടയ്ക്കൊന്ന് ഹാങ് ആവുന്നുണ്ട്. അതിൻ്റെ അത് അവരുടെ ഒരു റാം മാനേജ്മെൻറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് ആ ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഓവറോൾ Realme C3 തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ മാത്രം ഇൻഫിനിക്സ് S5 ലൈറ്റ് ആണ് വിജയിച്ചിരിക്കുന്നത്.